ഹായ് എവരി വൺ, വെൽക്കം ടു ദ ന്യൂ സെഷൻ. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് എന്ന പുതിയ സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ലൈക്ക് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ്? ദി എൻറ്റയർ സബ്ജക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്കെഡ്യൂൾ. രണ്ട് സ്കെഡ്യൂളായിട്ടാണ് എൻ്റെ സബ്ജക്റ്റും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് സെയിൽസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ലൈക്ക് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സെയിൽസ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ സെയിൽസ് മാനേജ്മെൻറ്റ് എന്താണ്, അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രേറ്റ് അവേ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് വൺ, ലൈക്ക് വാട്ട് ഈസ് സെയിൽസ് മാനേജ്മെൻറ്റ്? സോ സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ടു ടേംസ്, റൈറ്റ്? സെയിൽസ് വേറെ, സെയിൽസ് എന്ന് പറയുന്ന ഒരു ടേം, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ട് ടേമിൻ്റെ ആ ഒരു കോമ്പിനേഷൻ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സെയിൽസ് ആൻഡ് മാനേജ്മെൻറ്റ്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് സെയിൽസ്? നമ്മൾ എപ്പോഴും ഓർമ്മ വരേണ്ട ഒരു കാര്യം, സെയിൽസ് ഈസ് ആക്ച്വലി കൺവിൻസിങ് ദ കസ്റ്റമർ ടു ബൈ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ആക്ച്വലി വി ഡോണ്ട് വാണ്ട് ലൈക്ക് അവിടെ ഒരു നല്ലൊരു പ്ലാനിങ്, ഒരു ആർട്ട്, ഒരു സ്കില്ല് ആവശ്യമുണ്ട്. ബിക്കോസ് വി ഹാവ് ടു convince the customer, like we have to persuade the customer to buy the product. So it is an art of planning in the mind of another, as that is the customer, to make a motive that which is a favorable action, which induces a favorable action, that like we have to convert that പർട്ടിക്കുലർ ഒരു കസ്റ്റമറിൻ്റെ നമ്മളുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആ കൺവേർഷനാണ് അവിടെ നടക്കുന്നത്. നമുക്കൊരു ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സെല്ലിംഗ് ഈസ് എ പേഴ്സണൽ ഓർ ഇംപേഴ്സണൽ പ്രോസസ് ഓഫ് അസിസ്റ്റിംഗ് or persuading a prospective customer to buy a commodity or a service, or to act favorably upon an idea that has commercial significance to the seller. ഇതാണ് സെയിൽസിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് വരുന്നത്. ഓക്കെ, സോ വാട്ട് എക്സാക്ട്ലി ഈസ് മാനേജ്മെൻറ്റ്? നമ്മൾ ഓൾറെഡി പല കാര്യങ്ങൾ പല സമയത്തും ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്, റൈറ്റ്? ലൈക്ക് മാനേജ്മെൻറ്റ് ഈസ് ലൈക്ക്, സോ സെയിൽസ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? Here there is a planning phase, different functions of management, planning, organizing, controlling, directing എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരും. So planning, direction, controlling of sale of business unit, including recruiting, selecting, training, equipping, assigning, routing, supervising, paying and motivating, all these tasks. Why we are doing all these tasks? To apply to the sales force, that is the sales executives. Why they are like applying it to the sales executives? കാരണം ultimately the organization have to achieve the objective. Like അവിടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ വെച്ചിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും സെയിൽസ് ഫോഴ്സിനെ മാനേജ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, ദാറ്റ് ഈസ് സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബിഫോർ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് തന്നെ സെയിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വൈഡർ ആയിട്ടുള്ള കോൺസെപ്റ്റിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള ഏരിയാസിൻ്റെ എല്ലാ ഏരിയാസിനേക്കാളും ലൈക്ക് മോസ്റ്റ് കളർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സോ ഇവിടെ നമുക്ക് ഒരുപാട് ലൈക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ശരി, ലൈക്ക് നമ്മൾ ലൈഫിൽ തന്നെ ഡിഫറെൻറ്റ് എന്താ പറയുക റോൾസ് നമ്മൾ ചെയ്യേണ്ടി വരും. സെയിൽസ് ജോബ് ഡെഫിനറ്റ്ലി, സെയിൽസ് ജോബ് എന്നല്ല, ആ ഒരു സെയിൽസ് റോൾസ് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ കരിയറിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരും. സോ ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് ആ ഒരു സെയിൽസ് പേഴ്സൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ നമ്മുടെ ആ മാർക്കറ്റിങ്ങിൽ വരുന്ന ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള സെയിൽസിനെ കുറിച്ചാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ദ സ്കോപ്പ്, വൈ വി ആർ ലേണിംഗ് ദിസ്, വാട്ട് ഈസ് ദ നീഡ് ഫോർ സ്റ്റഡിങ് ദിസ് പർട്ടിക്കുലർ സബ്ജക്റ്റ്, അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹിയർ ദ സ്കോപ്പ് ഓഫ് സെയിൽസ് മാനേജ്മെൻറ്റ്, ഒരുപാട് പോയിന്റുകളുണ്ട്, വൺ ബൈ വൺ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഹിയർ സെയിൽസ് മാനേജ്മെൻറ്റ് സ്കോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ പ്ലാനിങ് ഫേസ്, പ്ലാനിങ് ആൻഡ് ഓർ ദ ഫോർകാസ്റ്റിംഗ്. ലൈക്ക് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ്, ഹു ആർ അവർ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ്, പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ, പ്രോസ്പെക്ട്സ് ആരാണ്? ബിക്കോസ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ആഫ്റ്റർ ബൈയിങ് ആണ് നമ്മളത് കസ്റ്റമേഴ്സ് എന്ന് റിയലൈസ് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് ടു ഹും വി ഹാവ് ടു സെൽ ദിസ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, റൈറ്റ്? അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കണം. സോ വി ഹാവ് ടു ആൻറ്റിസിപ്പേറ്റ് what all the activities needed to be planned in advanced through the anticipation of future sales perspectives. ലൈക്ക് നമ്മൾ ഫ്യൂച്ചറായിട്ടുള്ള എത്രത്തോളമാണ് നമുക്ക് കറക്റ്റായിട്ട്, കാരണം അതിനനുസരിച്ചിട്ടുള്ള ഈ പ്ലാനിങ് ഫെയിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫർദർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ബോത്ത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ആ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് പ്ലാൻ ഇൻ ഫിനാൻഷ്യൽ ടേംസ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന സെയിൽസ് ബഡ്ജറ്റിംഗ് ആണ്. വാട്ട് ഓൾ ദ ലൈക്ക് നമ്മളുടെ ആ ഒരു ബോത്ത് ദ എക്സ്പെൻസസ്, നമുക്ക് ആ ഒരു ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസ് എത്രത്തോളം
ഉണ്ട്, അത് മുൻകൂട്ടി കണ്ടിട്ട് അത് മാറ്റി വെക്കേണ്ട ആവശ്യകതയുണ്ട്. സോ വി നീഡ് ടു ഐഡന്റിഫൈ, ബിക്കോസ് നമ്മളുടെ ആ ഒരു സെയിൽസ് എക്സ്പെൻസ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റം നമുക്ക് കിട്ടുന്ന റവന്യൂവിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ട് കാര്യമില്ല. സോ വി നീഡ് ടു ഐഡന്റിഫൈ റൈറ്റ് വാട്ട് ഈസ് അവർ സെയിൽസ് ബഡ്ജറ്റിംഗ്, നമ്മുടെ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ടൈം പീരീഡ് മൈറ്റ് ബി ലൈക്ക് മന്ത്ലി ഓർ ലൈക്ക് ക്വാർട്ടർലി ഓർ ഹാഫ് ഇയർലി ഓർ ആനുവലി ബഡ്ജറ്റ്, നമ്മൾ ആനുവൽ ബഡ്ജറ്റ് ഒക്കെ തയ്യാറാക്കി വെക്കണം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ പ്ലാനിങ് കഴിഞ്ഞാൽ ദെൻ ദ ഓർഗനൈസിങ് ഫംഗ്ഷൻ, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക. ഇറ്റ് ഡിപ്പെൻഡ്സ് അക്കോർഡിംഗ് ടു ദ വേരിയസ് ഫാക്ടേഴ്സ്. ഒരു കമ്പനിയുടെ നേച്ചർ, സൈസ്, അതിൻ്റെ ഫങ്ഷണൽ ഹെഡ്സ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യണോ. അത് ലൈൻ ഓർഗനൈസേഷൻ ആയിരിക്കണോ, ലൈൻ ആൻഡ് സ്റ്റാഫ് ആയിരിക്കണോ, ലൈക്ക് ഫങ്ഷണൽ ഹെഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആയിരിക്കണോ, ഹൊറിസോണ്ടൽ ആയിരിക്കണോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ വിച്ച് സ്ട്രക്ചർ ദ കമ്പനി ഹാവ് ടു ലൈക്ക് ഫോളോ, ആ ഒരു രീതിയിലുള്ള ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇപ്പോൾ ലൈക്ക് ബിക്കോസ് ഓഫ് ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ലൈൻ സ്ട്രക്ചർ ആയിരിക്കും ഫോളോ ചെയ്യുക. മീഡിയം ആൻഡ് ലൈക്ക് ലാർജ് ഓർഗനൈസേഷൻ ഇറ്റ് വേരീസ് റൈറ്റ്. സോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ആദ്യം ഇനീഷ്യലി തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റഡ് വിത്ത് ദ HR പ്ലാനിങ്. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഓർഗനൈസിങ് കഴിഞ്ഞ് പ്ലാനിങ് ഫേസ്, നമ്മൾ ആദ്യം പ്ലാനിങ് ചെയ്യുന്നു, ദെൻ വി ആർ ഡൂയിങ് ദ ഓർഗനൈസിങ് ഫംഗ്ഷൻ, ദെൻ വി വിൽ ബി ഗോയിങ് ത്രൂ ദ സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിൽ വരുന്നതാണ്, സ്റ്റാഫിങ്ങിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ തന്നെയാണ് മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ HR പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു സെയിൽസ് ടീമിന് എത്രത്തോളം ആളുകളെ ആവശ്യമുണ്ട്, നമ്മുടെ റിക്വയർമെൻറ്റ്, പേഴ്സണൽ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ സെയിൽസ് ടീമിന് എത്ര വ്യക്തികൾ ആവശ്യമുണ്ടെന്ന് മുൻകൂട്ടി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതിനെ നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, അതിനുള്ള കറക്റ്റായിട്ടുള്ള പൊസിഷൻസ് ഡിസൈഡ് ചെയ്യുക, എന്താണ് അതിൻ്റെ ജോബ് റോൾ എന്താണെന്ന് കറക്റ്റായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഹയർ ചെയ്യണം, നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തണം. റിക്രൂട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്, ബിക്കോസ് സെയിൽസ് പീപ്പിൾ ആർ ദ പേഴ്സൺസ് ഹു ആർ ആക്ച്വലി ഡയറക്ട്ലി മീറ്റിംഗ് വിത്ത് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട ക്വാളിറ്റീസ് എന്താണ്, ബിക്കോസ് സെയിൽസ് ഈസ് ആൻ ആർട്ട്. സോ അത്രയും സ്കില്ലായിട്ടുള്ള വ്യക്തികളെ വേണം നമ്മൾ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ റിക്രൂട്ട്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കണം, പ്രോപ്പറായിട്ടുള്ള പൊസിഷനിലേക്ക് വേണം സെലക്ഷൻ നടത്താൻ. ആഫ്റ്റർ സെലക്ടിങ് വി ഹാവ് ടു ഗിവ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഫോർ ദ about the product and about the company. Then they have to be trained well. നമ്മൾ ആ ഒരു സെയിൽസ് ട്രെയിനിങ് നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയും ആൻഡ് ടു ലൈക്ക് റീറ്റെയിൻ ഇൻ ദ ഓർഗനൈസേഷൻ വി ഹാവ് ടു ഡെവലപ്പ് ദ സെയിൽസ് പീപ്പിൾ. സെയിൽസ് ഫോഴ്സിനെ നമ്മുടെ പുതുതായിട്ടുള്ള സ്കില്ലുകളും നോളേജും ടെക്നിക്കൽ നോളേജ് അബൌട്ട് ദ പ്രൊഡക്റ്റ് അതെല്ലാം കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. എഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അക്കോർഡിംഗ് ടു ദ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഹെഡ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, then it is like the next important role or the scope of sales management is related with the quotas. അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്ന ആ ഒരു കോട്ട ഫിക്സ് ചെയ്യുക എന്ന് പറയും, സെയിൽസ് കോട്ടാസ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് അറ്റൈനബിൾ ആയിരിക്കണം, റിയലൈസബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു നമ്പർ അല്ല അവിടെ കൊടുക്കേണ്ടത്. അത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ കസ്റ്റമർ ബേസ് മനസ്സിലാക്കിയിട്ട് എത്രത്തോളം കസ്റ്റമർ ഉണ്ടാവും, സോ ഒരു മന്ത്ലി എത്രത്തോളം വേണം, ക്വാർട്ടർലി എത്ര വേണം, ആനുവലി എത്ര വേണം എന്നുള്ള രീതിയിലുള്ള ഒരു ഡിറ്റർമിനേഷൻ. അതുപോലെ തന്നെ ദ ഏരിയ, സെയിൽസ് ടെറിട്ടറി എവിടെ ചെയ്യണം എന്നുള്ളതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അക്കോർഡിംഗ് ടു ദ ഓർഗനൈസേഷൻ, ലൈക്ക് ഒരു കൺട്രി വൈസ് ആണോ അല്ലെങ്കിൽ റീജിയൻ വൈസ് ആണോ ലൈക്ക് സ്റ്റേറ്റ് വൈസ് ആണോ. സോ എങ്ങനെയാണ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ആരാണ് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ദെൻ വി ഹാവ് ടു മോട്ടിവേറ്റ് ദ സെയിൽസ് ഫോഴ്സ്. സെയിൽസ് പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യണം, ബോത്ത് ദ ലൈക്ക് ബൈ ഗിവിങ് ദ ലൈക്ക് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എല്ലാം കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യുക. ചില സമയത്ത് പണിഷ്മെൻറ്റ്സും കൊടുക്കേണ്ടി വരും. സോ ആക്ച്വലി വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ്, നമ്മൾ ആ ഒരു എംപ്ലോയീസിൻ്റെ ആ ഒരു റെസ്പോൺസ് അനുസരിച്ചായിരിക്കും, ആ ഒരു സെയിൽസ് ടീമിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ട്. കാരണം ഇഫ് ദ എംപ്ലോയീസ് ഓർ ദ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആർ ഡിമോട്ടിവേറ്റഡ്, ദെൻ ഫൈനലി ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു സെയിൽസ് അവിടെ നടക്കുന്നില്ല. ബിക്കോസ് സെയിൽസ് ഈസ് ദ ഓൺലി ഫംഗ്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ വിച്ച് ആക്ച്വലി ജനറേറ്റ് റവന്യൂ ടു ദി ഓർഗനൈസേഷൻ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ബേസ്ഡ് ഓൺ ദ നീഡ് ഓഫ് ദ എംപ്ലോയീസ് ദേ നീഡ് ടു മോട്ടിവേറ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദി സെയിൽസ്. നമ്മുടെ ആ ഒരു സെയിൽസ് ഫോഴ്സിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് ടു പ്രൊവൈഡ് പ്രോപ്പർ കോമ്പൻസേഷൻ ഫോർ ദി എംപ്ലോയീസ്. അതുപോലെ തന്നെ റെമ്യൂണറേഷനൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൂ. അവരെ റീറ്റെയിൻ ചെയ്തെടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയും ഓർഗനൈസേഷൻ ഉണ്ട്. അവരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട റെസ്പോൺസിബിലിറ്റിയും ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വി ഹാവ് ടു കൺട്രോൾ ദ സെയിൽസ് ഫോഴ്സ്. സെയിൽസ് ഫോഴ്സിൻ്റെ നമ്മൾ ആദ്യം പ്ലാനിങ് ഫേസ് പറഞ്ഞു, പ്ലാനിങ് ഫേസ്, ഓർഗനൈസിങ് ഫേസ്, സ്റ്റാഫിംഗ് ഫേസ്,
then it is the controlling phase. Like അവരുടെ ആ കൺട്രോളിങ് ഫേസിൽ വട്ട് എവർ ദ പ്ലാൻസ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ്, ആ പ്ലാനിൻ്റെ പ്ലാൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയാണോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു മോണിറ്ററിംഗ് ആണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ, ആ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡീവിയേഷൻ, ആ ഡീവിയേഷൻ്റെ റീസൺ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്ന ആ ഒരു ഫംഗ്ഷനാണ് ഇവിടെ കൺട്രോളിങ് സ്റ്റേജിലേക്ക് വരുന്നത്. Then it is related with the branding, labeling and packaging, because these sales people is actually having a direct contact with the customer. നമ്മളുടെ ഈ ടോപ്പ് മാനേജ്മെന്റ് CEOs അങ്ങനെ അവരൊന്നും ആക്ച്വലി അൾട്ടിമേറ്റ് കൺസ്യൂമറുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നടത്തുന്നില്ല. അത് ഓൺലി പീപ്പിൾ ഓഫ് ദി ഓർഗനൈസേഷൻ ഹു ഈസ് ഹാവിങ് എ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ കസ്റ്റമർ ഈസ് ദ സെയിൽസ് എക്സിക്യൂട്ടീവ്സ്. സോ അവർക്ക് അറിയാൻ പറ്റും കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് എന്താണ് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയ ശേഷം അതനുസരിച്ചിട്ടുള്ള ദീസ് ഇൻഫോർമേഷൻ ദേ വിൽ ബി collecting from the customers, they can pass it to the top management അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ലൈക്ക് നെസസറി ചേഞ്ചസ് അവർക്ക് ഫർദർ ആയിട്ട് വരുന്ന പ്രൊഡക്റ്റിലെ നെക്സ്റ്റ് സ്റ്റേജിൽ എന്താണ് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. സോ ദ ബ്രാൻഡിങ്, ലേബലിംഗ് ആൻഡ് പാക്കേജിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ് ക്യാൻ ബി മെയ്ഡ് ഓർ ലൈക്ക് റിന്യൂഡ് based on the customer feedback which is provided to the salesperson, and this feedback is accepted by the salespeople and they will be providing or they will be passing this top information to the top management. That is related with the ബ്രാൻഡിങ്, ലേബലിംഗ് ആൻഡ് പാക്കേജിങ്. ഇതാണ് നമ്മളുടെ സ്കോപ്പ് ഓഫ് സെയിൽസ് മാനേജ്മെൻറ്റിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മാനേജ് ചെയ്യാന്നുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചാനൽ, ഇൻഡയറക്റ്റ് ചാനൽ നമുക്ക് അറിയാവുന്നതാണ്. അതിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ടാവും. ഇൻഡയറക്റ്റിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് ആണെങ്കിൽ 0 സ്റ്റേജ് അല്ലെങ്കിൽ ലൈക്ക് 1 സ്റ്റേജ് 2 സ്റ്റേജ് അങ്ങനെ ഡിഫറെൻറ്റ് റീറ്റെയിലേഴ്സും ലൈക്ക് ഹോൾസെയിലേഴ്സൊക്കെ ലിങ്ക് വരും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും സൈസെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എത്ര വേണം, അത് ഒപ്റ്റിമം ആയിരിക്കണം. ലൈക്ക് കൂടുതലും ആവാനും പറ്റില്ല, കുറവും ആവാൻ പറ്റില്ല. ഒപ്റ്റിമം ഉണ്ടാവുന്ന രീതിയിലേക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ നമ്മൾ കറക്റ്റായി നമ്മുടെ പ്രൊമോഷൻ, നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ലൈക്ക് ദ പ്രൊമോഷൻ. ആ പ്രൊമോഷൻ മിക്സ് കറക്റ്റ് ആയിരിക്കണം. പ്രോപ്പർ അഡ്വർടൈസ്മെൻറ്റും പ്രൊമോഷണൽ ടാക്ടിക്സും എല്ലാം ഉപയോഗിച്ചിട്ട് ടു ഇൻക്രീസ്, ബിക്കോസ് സെയിൽസ് ഈസ് ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നാണ് നോർമലി നമ്മൾ പറയാറ്. ദ ബാലൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എന്താണ് അതർ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ആണ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് നടന്നാൽ മാത്രമേ സെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. then we need to have the supporting service like സെയിൽസ് കഴിഞ്ഞാൽ സെയിൽസോടുകൂടി നമ്മൾ അവസാനിക്കുന്നില്ല. ബിക്കോസ് there will be lot of queries from the കസ്റ്റമേഴ്സിന് ഒരുപാട് ക്യൂറീസ് ഉണ്ടാവും. These queries have to be queries, sometimes it will be the objections. These objections and queries have to be handled properly. കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും ടെക്നിക്കൽ സപ്പോർട്ടും അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രോബ്ലം സോൾവിങ്ങും നമ്മൾ കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കണം. കസ്റ്റമറിൻ്റെ ഒരു പ്രോബ്ലവും അവിടെ ബാക്കി വെക്കാൻ പാടില്ല. Because if the customer is dissatisfied, that is why the importance of after sales service is really important. Because once a customer is dissatisfied, അദ്ദേഹം മാത്രം മേടിക്കാതിരിക്കുകയല്ല, he will also communicate this particular thing, negative thing to the other people also, right? അദ്ദേഹവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള വ്യക്തികൾക്കും ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം കമ്പനിയുടെ സൈഡിൽ നിന്നാണ്. ദാറ്റ് ഈസ് വൈ ദർ ഈസ് ആൻ ആഫ്റ്റർ സെയിൽസ് ടീം ഉള്ളത്. ആഫ്റ്റർ ബൈയിങ് ദ പ്രൊഡക്റ്റ്, ആഫ്റ്റർ ദ ക്ലോഷർ ഓഫ് ദ പ്രൊഡക്റ്റ് ഓൾസോ ദർ ഈസ് എ കസ്റ്റമർ സർവീസ് ടീം. അവർ കറക്റ്റായിട്ട് ചോദിക്കും എന്താണ് ഈ പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ, ഇല്ലെങ്കിൽ എന്താണ് റീസൺ, അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. സോ ദീസ് ആർ ഓൾ ദ സ്കോപ്പ് ഓഫ് സെയിൽസ് മാനേജ്മെൻറ്റ്.